ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു റൈസ് ഉണ്ടാക്കാമെന്ന് വെച്ചു ഞാൻ. കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പോണത് ഒരു പാൻ എടുക്കുക. അതിൽ കുറച്ചൊരു 3 സ്പൂൺ ബട്ടർ ഞാൻ ഇടുന്നുണ്ട്. സോൾട്ടഡ് ബട്ടറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ സോൾട്ടഡ് ബട്ടർ യൂസ് ചെയ്തെന്നുള്ളൂ. അത് ഞാനൊരു 3 സ്പൂൺ എടുത്തതിന് ശേഷം പാൻ ചൂടാണ് കേട്ടോ. അതിലാണ് ഞാൻ ഇത് ഇട്ടിരിക്കുന്നത്. ഇവിടെ പാൻ നല്ല ചൂടാവരുത്. ഒരു മീഡിയം ചൂടിൽ വേണം ചെയ്യാനായിട്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ജീരകം ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല അല്ലേ, സോറി കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് ഇന്ന് മട്ടർ ജീര റൈസാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡാണ് കേട്ടോ. ഇത് നമുക്ക് വെറുതെ വേണമെങ്കിലും കഴിക്കാം, പിള്ളേർക്ക് വേണമെങ്കിൽ ഫുഡായിട്ടും കൊടുത്തയക്കാം. ഇപ്പോൾ ചോറ് കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബട്ടർ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ ജീരകം ഇടാം. ജീരകം നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് മൂപ്പിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തയക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എരിവില്ലാണ്ട് ഉണ്ടാക്കാം, എരിവ് ഇട്ടിട്ട് ഉണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു നല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് പനീറിൻ്റെ കറിയോ അല്ലെങ്കിൽ കോളിഫ്ലവർ മസാല കറി ഇല്ലേ, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇനി അതൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കിത് സിമ്പിളായിട്ട് ഇത് വെറുതെ വേണമെങ്കിലും കഴിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും നമ്മുടെ ജീരകം ഒന്ന് മൂപ്പായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നെക്സ്റ്റ് ആയിട്ട് ഇടാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ടു. കാരണം എനിക്ക് എരിവാണ് ഇഷ്ടം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളക് ഇട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 3 പച്ചമുളകാണ് കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ്. അപ്പോൾ ഞാനത് 3 ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഇടുമ്പോൾ വേറെ കാര്യം ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത് ചിലർക്കൊന്നും അത്ര ഇഷ്ടമാവില്ല എന്നും വരാം, കാരണം ജീരകമുള്ള കാരണം. അപ്പോൾ അങ്ങനത്തെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് കഴിച്ച് നോക്കിയാലല്ലേ നമുക്ക് ടേസ്റ്റൊക്കെ അറിയത്തുള്ളൂ. ചിലവരുണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇഷ്ടമല്ലെങ്കിൽ നമ്മളത് തീരെ ഉണ്ടാക്കില്ല. ഇത് ഞാൻ ഇങ്ങനെ പറയാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, ബോയ്സിനാണ് കേട്ടോ ഇങ്ങനത്തെ കുറച്ച് കൂടുതൽ. ലൈക്ക് അവർ ഒരു കാര്യം എപ്പോഴെങ്കിലും ഒന്ന് കഴിച്ചിട്ട് അത് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവനും കഴിക്കാണ്ടിരിക്കും കേട്ടോ. അങ്ങനെയായിരുന്നു എൻ്റെ ഹസ്ബൻഡും. എന്നിട്ട് പക്ഷേ ഞാൻ അങ്ങനെ കുറേ പച്ചക്കറികളൊക്കെ ആൾ തീരെ കഴിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് വേറെ സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കി കാണിച്ചു കൊടുത്ത് ഒരു വട്ടം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ചപ്പോൾ പിന്നെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഒരു കറിയായിരുന്നു കോവയ്ക്കര കറി. അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിൽ പിന്നെ ആരെങ്കിലും വേറൊരു രീതിയിൽ ഉണ്ടാക്കി തരികയാണെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് തീരുമാനത്തിലെത്താൻ വേണോ വേണ്ടേന്ന്. ഓക്കെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3 പച്ചമുളക് ഇട്ടു കേട്ടോ. ഗൈസ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് തന്നെ ഞാൻ ലൈറ്റ് വയ്ക്കാൻ മറന്നു പോയിട്ടോ. വെരി സോറി. അത് കാരണം അതിൻ്റെ അത്ര എഫക്റ്റ് വരുന്നില്ല അല്ലേ. സാരില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് 1 കപ്പോളം ഫ്രോസൺ ആയിട്ടുള്ള മട്ടറാണ് ഞാൻ ഇതിലിട്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മട്ടറാണെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. സോറി, ഞാൻ മട്ടർ പറയണത് വേറെ ഒന്നുമല്ല കേട്ടോ, ഗ്രീൻ പീസിനെയാണ് പറയണത്. നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു അല്ലേ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ആ മട്ടറിൻ്റെ ഒരു പച്ചമണം മാറണ വരെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണത്, ഞാനിവിടെ ഇടാൻ പോണ റൈസ് ഉണ്ടല്ലോ, ഇത് സാധാ പൊന്നരിയുടെ ബാക്കി വരുന്ന റൈസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും നല്ല ഓപ്ഷനാണെന്ന് വെച്ചാൽ നമ്മുടെ പച്ചരിയുടെ റൈസോ അല്ലെങ്കിൽ ഏത് റൈസ് വേണമെങ്കിലും ഇടാം, അങ്ങനെയല്ല. പക്ഷേ പച്ചരിയുടെ റൈസ് അല്ലെങ്കിൽ ബാസ്മതി റൈസ് ആണെങ്കിൽ ഒരു ലെവൽ വേറെയാണ് കേട്ടോ ടേസ്റ്റൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. പക്ഷേ ഞാനിവിടെ ഇടുന്നത് പൊന്നരിയുടെ ലെഫ്റ്റ് ഓവർ റൈസ് ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ ഇടുന്നത്. അത് ഇട്ടിട്ട് നന്നായിട്ട് അതും കൂടി ഫ്രൈ ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഞാൻ കാണുമ്പോൾ എൻ്റെ ബട്ടർ കുറച്ച് അടി പിടിക്കണ പോലെ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ കുറച്ചിട്ടില്ല. ഈ ഇൻഡക്ഷനിൽ വെക്കണ കാരണം തോന്നുന്നു കേട്ടോ. എനിക്ക് ഇവിടുത്തെ തീയൊന്നും കാര്യമായിട്ട് മനസ്സിലാവില്ല. എപ്പോഴും ചിലപ്പോൾ കൂടിപ്പോവും, ചിലപ്പോൾ കുറഞ്ഞു പോവും. അങ്ങനെ ഒരു പ്രശ്നമാണ്. നിങ്ങൾ ആരെങ്കിലും ഫേസ് ചെയ്തെന്ന് പറയണേ. കാരണം നമ്മൾ നാട്ടിൽ സ്റ്റൗവും ഗ്യാസൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഇൻഡക്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ എന്താ പറയുക, ഓയിൽ ചൂടാവും, അല്ലെങ്കിൽ കടുകൊക്കെ പെട്ടെന്ന് പൊട്ടിയിട്ട് കരി പിടിച്ച് തുടങ്ങും. ഒരു ടേസ്റ്റ് വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇവിടെയും ചെറുതായിട്ട് പണി പാളിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ റൈസ് ഇടാം, അല്ലെങ്കിൽ എൻ്റെ മൊത്തം ഉണ്ടാക്കിയത് വേസ്റ്റായി പോവും. അതേ സമയത്ത് ഞാനിവിടെ ഇപ്പോൾ അതേ റൈസ് തരുന്നുണ്ടോ, ഇവിടെ കാണുന്നുണ്ടോ ചോറ് നല്ല വിട്ട് നിൽക്കണം കേട്ടോ. അത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ചോറ് ഇടരുത്, റൈസ് ഇടരുത്. ഇങ്ങനെ വിട്ട് നിൽക്കുന്ന റൈസ് വേണം ഇടാനായിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, എൻ്റെ റൈസ് നന്നായിട്ട് വിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട്
കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത്. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. കാരണം നമ്മുടെ ബട്ടർ കുറച്ച് ക ഒരു വേറെ ഒരു കളറായിട്ടുണ്ടായിരുന്നു. ഒരു കുറച്ച് ബ്ലാക്കിഷ് കളറായി പോലെ തോന്നി എനിക്ക്. അതുകൊണ്ട് ഞാൻ കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്. അത് ഓപ്ഷണലാണ്. നിങ്ങൾ വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, പക്ഷേ ഞാൻ കുറച്ച് ഇട്ടു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ കളറൊന്ന് വരാനായിട്ട്. കളറിന് വേണ്ടി മാത്രം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഇടണുള്ളൂ. നിറച്ചിടരുത്, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ കുത്തും കൂടി വരും കേട്ടോ. അത് ശ്രദ്ധിക്കണേ. എന്നിട്ട് ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് കുനുകുനാ അരിഞ്ഞിട്ടുള്ള മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. ഇതൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വെറുതെ ഇത് കഴിക്കാം. സത്യം പറയാലോ, ഇത് മൊത്തം ഞാൻ തന്നെ തിന്ന് തീർത്തു ഗൈസ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല അല്ലേ? ഞാൻ തന്നെ തിന്ന് തീർത്തു. അത്രയ്ക്കും ടേസ്റ്റായിരുന്നു. നിങ്ങളിത് ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്ത് നോക്കൂട്ടോ. അടിപൊളിയാണ്. നിങ്ങൾക്കും കഴിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നല്ല മസാലക്കറി ഉണ്ടെങ്കിലും പൊളിച്ചു കേട്ടോ. പനീർ മസാലയോ അല്ലെങ്കിൽ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങ് എന്തെങ്കിലും മസാലക്കറി ഇല്ലേ, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിലും പൊളിയാ. പിന്നെ ചില്ലി ചിക്കനോ അങ്ങനെ എന്തെങ്കിലും സൈഡ് ഡിഷ് ആയിട്ടുണ്ടെങ്കിൽ പൊളിക്കൂട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിത് വെറുതെ തന്നെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇവിടെ ഞാൻ പറയാൻ വന്നത്, ബട്ടർ ഇല്ലെങ്കിൽ ഗീ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ സൺഫ്ലവർ ഓയിലിനേക്കാളും നല്ലത് ബട്ടർ അല്ലെങ്കിൽ ഗീ ആണ്. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഞാൻ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇവിടെ കുറച്ച് ഫ്ലെയിം നമുക്ക് കൂട്ടിയിടാം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ റൈസ് പെട്ടെന്നൊന്ന് ചൂടാവത്തുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടി. ഇങ്ങനെ എന്താ പറയുക, പൊടിയാത്ത റൈസൊക്കെ കട്ടയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചുടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇവിടെ ഞാനൊന്ന് ഉപ്പും കൂടി ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. മീൻസ് ഉപ്പുണ്ടോ എന്ന് പാകത്തിന്. ഇങ്ങനത്തെ റൈസ് നമ്മൾ വെറുതെ കഴിക്കണ കാരണം ഉപ്പ് ആവശ്യത്തിന് ഉണ്ടാവണം കേട്ടോ. ഇനി വേറെ ഗ്രേവിയിലൊക്കെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഞാനിതിപ്പോൾ വെറുതെ കഴിച്ചതാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് പാകത്തിനുള്ള ഉപ്പും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഉപ്പ് എനിക്ക് കുറവാണ് തോന്നിയത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ്, മീൻസ് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്ത് നല്ല ചൂട്ടോടെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഓ ഗോഡ്, നൈസ് ആയിരുന്നു. ഞാൻ നിറച്ച് എനിക്ക് റൈസിൻ്റെ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ടൊമാറ്റോ റൈസ് ആയിക്കോട്ടെ, ലൈം റൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജീര റൈസോ, അങ്ങനെ എന്ത് റൈസ് വെച്ച് എന്ത് പരിപാടി ചെയ്താലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ റൈസ് ഇഷ്ടമുള്ളവർ, അല്ലെങ്കിൽ ചോറ് ഇഷ്ടം, ഒരു നേരമെങ്കിലും ചോറ് കഴിക്കാണ്ട് കിടന്നുറങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യണേ. ഞാൻ ആ ഒരു കാറ്റഗറിയിലാണ് കേട്ടോ. എനിക്ക് ചോറിന് എന്തെങ്കിലും കഴിക്കാണ്ട് ഉറക്കം വരില്ല. ലൈക്ക് അത് ഒരു കംപ്ലീറ്റ് മീൽ ആവില്ല എനിക്ക് വേണ്ടിയിട്ട്, ഒരു വൺ ഡേക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് ഞാൻ. നിങ്ങളും ആ ഒരു കാറ്റഗറി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ട്രൈ ചെയ്ത് നോക്കുക, പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇനി അവർക്ക് ടിഫിനായിട്ട് കൊടുത്തയക്കണമെങ്കിലും അയക്കാം കേട്ടോ. ഇങ്ങനത്തെ വേറെ റെസിപ്പീസായിട്ട് വരണമെങ്കിൽ നിങ്ങൾ പ്ലീസ് കമൻറ്റ് ചെയ്യുക. ഞാൻ ഡെഫിനറ്റ്ലി വേറെ വെറൈറ്റി ഓഫ് റെസിപ്പീസായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു മീൽ ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ ഗൈസ്. അത് വരയ്ക്കുമ്പോൾ ബൈ, സീ യു, ടേക്ക് കെയർ, ബൈ.